നമസ്കാരം, ഞാൻ ഡോക്ടർ അനുഷറിൻ. നമുക്ക് ഈ ഒരു സീസണിലെ, അതായത് സമ്മർ സീസണിലെ എങ്ങനെ നമുക്ക് സ്കിൻ കെയർ ചെയ്യാം, എങ്ങനെ നമുക്ക് അതിനെ നാച്ചുറലായി പ്രൊട്ടക്ട് ചെയ്യാമെന്ന് നോക്കാം. ആയുർവേദത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആയുർവേദത്തിലെ എല്ലാ സീസണിലും നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ബോഡിയെ നോക്കേണ്ടത് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതിൽ തന്നെ ഈ സീസൺ, അതായത് ഗ്രീഷ്മചര്യ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഗ്രീഷ്മ ഋതു അല്ലെങ്കിൽ ഈ സമ്മർ സീസണിൽ പൊതുവെ നമ്മുടെ സൂര്യൻ്റെ പ്രകാശരശ്മികൾ വളരെ സ്ട്രോങ് ഉള്ള പവർഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ശരീരബലം മനുഷ്യരുടെ ആണെങ്കിലും പൊതുവെ പ്രകൃതിയുടെ ശരീരബലം വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ശരീരത്തെ ബലപ്പെടുത്തുന്നതിനുള്ള പുഷ്ടിപ്പെടുത്തുന്നതിനുള്ള ചര്യകളാണ് അനുഷ്ഠിച്ചു വരേണ്ടത്. നമ്മളിപ്പോൾ പറയുന്നു, നമ്മുടെ ഹെയറിൻ്റെയും സ്കിന്നിൻ്റെയും കേസിലാണെങ്കിൽ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മെയിനായി ചെയ്യേണ്ടത് എണ്ണ തേച്ചുള്ള കുളിയാണ്. നിത്യവും ഡെയിലി എണ്ണ തേച്ച് കുളിക്കാൻ പറ്റുന്ന ഒരു സീസണാണ് ഈ സമ്മർ സീസൺ എന്ന് പറയുന്നത്. എണ്ണ തേച്ച് കുളി എന്ന് പറയുമ്പോൾ ഹെയറിൽ മാത്രമല്ല, ഫുൾ ബോഡി എണ്ണ തേച്ച് കുളിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് സൺറൈസ് വളരെ പവർഫുൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് അന്തരീക്ഷത്തിൽ പൊതുവെ ചൂട് കൂടുതലാണ്. ഈ ചൂട് ഒരു സ്റ്റീമിങ് എഫക്റ്റ് നമ്മുടെ ബോഡിക്ക് തരുന്നതുകൊണ്ട് തന്നെ നമ്മൾ പുറമേക്ക് വയ്ക്കുന്ന പ്രോഡക്ട്സ് തന്നെ എല്ലാം, അതായത് നമ്മൾ മുടി വളരാൻ വയ്ക്കുന്ന എണ്ണയാവട്ടെ, ബോഡിയിലേക്ക് വയ്ക്കുന്ന എണ്ണയാവട്ടെ, ഫേസ് പാക്കുകളോ ബോഡി പാക്കുകളോ ഒക്കെ ആവട്ടെ, എല്ലാം നന്നായിട്ട് അബ്സോർബ് ചെയ്യുന്ന ഒരു സമയമാണ്. കാരണം പോഴ്സ് എല്ലാം നന്നായിട്ട് ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം അബ്സോർപ്ഷൻ കിട്ടും. ഹെയർ ഗ്രോത്ത് നന്നായിട്ടുണ്ടാകുന്ന ഒരു സീസണാണ് ഇതെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള വുഡൻ കോമ്പുകൾ ഉപയോഗിച്ച് ദിവസം 2 or 3 തവണയൊക്കെ നമ്മൾ സ്കാൽപ്പിൽ നന്നായിട്ട് കോമ്പ് ചെയ്യുന്നത് മുടി വളർച്ചയ്ക്ക് നന്നായിട്ട് ഹെൽപ്ഫുള്ളാണ്. കാരണം നല്ലപോലെ സർക്കുലേഷൻ കൂടിയിട്ട് ചെറിയ മുടികളിലെ ഗ്രോത്തുകൾ വരാനുള്ളൊരു ചാൻസ് അതുകൊണ്ട് കൂടുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമ്മൾ ഈ എണ്ണ തേച്ച് കുളിച്ചിട്ട് ഡയറക്റ്റ് സൺലൈറ്റിലേക്ക് പോകാതിരിക്കുക. അത് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ സണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുടയോ സ്കാർഫോ അങ്ങനെ എന്തെങ്കിലും കയ്യിൽ കരുതുക. അതുപോലെ തന്നെ വെയിലത്തുനിന്ന് വന്നിട്ട് ഡയറക്റ്റ് ഒരു AC റൂമിലേക്ക് കയറാതിരിക്കുക, ഡയറക്റ്റ് പോയി കുളിക്കാതിരിക്കുക. ഫാനിൻ്റെയോ അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മളെ ശരീരത്തിനെ തണുപ്പിക്കാൻ നോക്കരുത്. അതും വളരെയേറെ അധികം നമുക്ക് ശിരോരോഗങ്ങൾക്കും ശരീരത്തിൻ്റെ പല കാര്യങ്ങൾക്കും അത് നമുക്ക് അസുഖങ്ങൾക്കൊക്കെ കാരണമാവുന്നുണ്ട്. പിന്നെ നമ്മളൊപ്പം ശ്രദ്ധിക്കേണ്ടത്, ഈ സീസണിൽ നമ്മൾ കഴിക്കേണ്ട ആഹാരങ്ങൾ കൂടുതലായിട്ടും എരിവും പുളിയും ഒക്കെ കുറഞ്ഞ ഭക്ഷണങ്ങളായിരിക്കണം. ഉപ്പ്, എരിവ്, പുളി ഇതെല്ലാം നമ്മുടെ ബോഡിയുടെ ഇൻഫ്ലമേഷൻ കൂട്ടുന്നുണ്ട്. നമുക്ക് തലയിൽ താരനുള്ളവർക്ക് താരൻ കൂടാം, ഇതുകൊണ്ട് നര കൂടുന്നുണ്ട്. മുടിയുടെ കൊഴിച്ചിലും ഈ എരിവ് പുളി ഈ സീസണിൽ നമ്മൾ അധികമായി ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഓൾറെഡി നമുക്ക് ബോഡി ഇൻഫ്ലമേഷൻ കൂടാനും നമ്മുടെ ടെമ്പറേച്ചർ കൂടിയിട്ട് മുടി കൊഴിഞ്ഞു പോകാനും ഉള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വെള്ളം നന്നായി കുടിക്കുക. വെള്ളം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ നന്നായി വിയർത്ത് പോകുന്നത് കൊണ്ട് തന്നെ മിനറൽസ് അധികം അടങ്ങിയിട്ടുള്ള കരിക്കും വെള്ളമോ ജ്യൂസുകളോ പാലോ അങ്ങനെ നമുക്ക് ബോഡിയെ നല്ലപോലെ തണുപ്പിക്കുന്ന രീതിയിൽ കുടിക്കുക. അധികം പുളിയുള്ള ഫ്രൂട്ട്സ് നമ്മൾ സെലക്ട് ചെയ്യാതിരിക്കുക. പുളിയുള്ള പ്രത്യേകിച്ച് ഈ നാരങ്ങയിലൊക്കെ നമ്മൾ ഉപ്പിട്ട് കുടിക്കരുത്. അതിന് നമ്മൾ മധുരം നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ ഈ ഉപ്പൊക്കെ വന്നു കഴിയുമ്പോൾ അതിന് ആ ഒരു ഇൻഫ്ലമേഷൻ കൂടുന്നുണ്ട്. അപ്പോൾ നമുക്കത് അത്ര നല്ലതായിരിക്കില്ല ഈ സമയത്ത്. അതുപോലെ തന്നെ നമുക്ക് ഡെയിലി ഉറങ്ങാൻ പകലുറക്കം ആയുർവേദത്തിൽ അനുവദിച്ചിട്ടുള്ളൊരു സീസണാണ് ഈ ചൂടുകാലം എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് നമ്മുടെ സ്കിന്നിന് വളരെ റെജുവിനേഷൻ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സീസണിൽ നമുക്ക് പകലുറക്കം നല്ലതാണ്. അതുപോലെ തന്നെ ഈ ആഹാരങ്ങളും ഈ പറഞ്ഞ പോലെയുള്ള ഡെയിലി ആക്ടിവിറ്റീസ്, ഫുഡുകൾ, ഹെയർ കെയറുകൾ ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് ഈ സീസണിൽ തന്നെ നമ്മുടെ ഹെയറിനെയും സ്കിന്നിനെയും നമുക്ക് വളരെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും.